നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കുടിക്ക്. മോള് വന്നോ? ചായ ഇപ്പൊ തരാട്ടോ. ഗീതമ്മ ചേച്ചി ചായ ആയോ? ആ ദാ ഇപ്പൊ തരാം. ഇവളെന്താ ഇങ്ങനെ നോക്കുന്നേ? എന്താ മോളെ, എന്തു പറ്റി? എന്തിനാ പേടിക്കുന്നേ? ഇന്നലെ എന്തു പറ്റിന്നാ? എനിക്ക് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല മോളെ. ഒരു കാര്യം ചെയ്, ദർശനോട് പറ, അല്ലെങ്കിൽ രൂപേഷിനോട് പറ. അയ്യോ, മോൾ എന്തൊക്കെയായി കാണിക്കുന്നേ? കത്തിയെടുത്ത് കുത്താൻ വന്നോ? ആര്? എന്നെയോ? അയ്യോ, ആരെങ്കിലും കൊല്ലുന്നാണോ പറയുന്നത്? എന്തൊക്കെയാ മോളെ ഈ പറയുന്നേ? ദാ മോളെ ചായ കുടിക്ക്. ദാ ഏയ് മോളെ, എന്താ? അല്ല, ഇങ്ങനെയാണോ തല തോർത്തുന്നത്? പിന്നെങ്ങനെയാ? ഇങ്ങനെയൊന്നും അല്ല. ഇങ്ങതാ ഞാൻ കാണിച്ചു. വേണ്ട, ഞാൻ ചെയ്തോളാം. തരാനല്ലേ പറഞ്ഞത്? ഞാനേ നിന്റെ ഭർത്താവാ, അത് ഓർമ്മ വേണം. ശരി. ഇങ്ങനെ വേണം തല തോർത്താൻ. ഇതെവിടെന്ന് പഠിച്ചു? നന്നായിട്ട് തോർത്തുന്നുണ്ടല്ലോ. പണ്ട് ആരുടെ തലയാ ഇങ്ങനെ തോർത്തി കൊടുത്തിരുന്നത്? അതെ, അത് രഹസ്യ. രഹസ്യമോ? അപ്പൊ രഹസ്യങ്ങളൊക്കെ ഉണ്ടല്ലേ? പിന്നെ ഒരുപാട് രഹസ്യമുണ്ട്. തിരിഞ്ഞേക്ക്, തീർന്നില്ല. ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ചുറ്റി ഇങ്ങനെ ഇങ്ങനെ വെക്കണം. എന്നാലേ വെള്ളമൊക്കെ പിടിക്കുള്ളൂ. തീർന്നില്ല, ഇനിയുണ്ട്. ഇനി എന്താ? നിക്ക. ഇതെന്താ? ഇതേ രാസ്നാദിപ്പൊടി. തല കാണിച്ചേ. അല്ല, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. എവിടെ നോക്കട്ടെ, എന്റെ സുന്ദരിക്കുട്ടിയെ നോക്കട്ടെ. അയ്യോ, ഇവിടെ എന്താ? എന്താ? അങ്ങോട്ട് പോയേ. എന്താ അവിടെ? ഇവിടെ രൂപേഷേട്ടാ, എന്താ ഇഷ്ടപ്പെട്ടില്ലേ? ഇന്ന പിന്നെ തിരിച്ചു വന്നേക്കും. പ്ലീസ് താ, ഇവിടെ ഇവിടെ പ്ലീസ്. ഓ, ഏതോ കിടന്ന് വിളിക്കുന്നേ. അരുൺ സാറാ. അയ്യോ,
അരുൺ സാറായിരുന്നോ? എടുക്ക്. ഹലോ സർ. ആ ദർശന, സ്റ്റഡീസ് ഒക്കെ എങ്ങനെ പോകുന്നു? പ്ലാൻ ചെയ്തതുപോലെ തന്നെ എല്ലാം പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? ആ എല്ലാം നല്ലതുപോലെ പഠിക്കുന്നുണ്ട് സർ. രൂപേഷ് ചേട്ടൻ എപ്പോഴും കൂടെ തന്നെയുണ്ട്. ഞാൻ പഠിക്കുന്നതില് എന്നെക്കാൾ കൂടുതൽ ശ്രദ്ധ രൂപേഷ് ചേട്ടനാ. ദർശനെ IPS കാരി ആക്കിയിട്ട് അടങ്ങുന്ന വാശിയിലാണ് രൂപേഷ്. ഇനിയാകെ 2 ദിവസം കൂടിയേ ഉള്ളൂ. ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഒക്കെ ഒന്നുകൂടി റിവൈസ് ചെയ്യണം. ആ ഓക്കെ സർ. നമ്മുടെ പ്ലാനിങ്ങിൽ ഒരു മാറ്റവും ഉണ്ടാവാൻ പാടില്ല. ഇല്ല സർ, ഞാൻ ഉറപ്പ് തരുന്നു, ഇത് ഞാൻ നേടിയിരിക്കും. ഈ നിശ്ചയദാർഢ്യമാണ് ദർശനെ മറ്റു പലരിൽ നിന്നും വ്യത്യസ്തയാക്കുന്നത്. എല്ലാ സൗകര്യങ്ങളുള്ള മറ്റു പലർക്കും ഇതൊരു തമാശ. പക്ഷേ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ദർശന അത് കയ്യെത്തിപ്പിടിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ എത്ര അപ്രീഷിയേറ്റ് ചെയ്താലും മതിയാവില്ല. സാറിന്റെ അനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ എനിക്ക് ഇത് നേടിയെടുക്കാൻ കഴിയും. എന്റെ അനുഗ്രഹം എപ്പോഴും ദർശനയുടെ കൂടെ ഉണ്ട്. റിസൾട്ട് വരുമ്പോ നമുക്ക് ഞെട്ടിക്കണം. എക്സാമിന് പോകുന്നതിന് മുൻപ് സാർ ഇവിടേക്ക് വരില്ലേ? എനിക്ക് സാറിന്റെ അനുഗ്രഹം വാങ്ങണമെന്ന് ഒരാഗ്രഹമുണ്ട്. ഞാനൊരു കേസിന്റെ ആവശ്യമായി ഒരു യാത്ര പോവുക. റിയലി സോറി. ഇനി എക്സാം കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് തമ്മിൽ കാണാൻ പറ്റൂ. അതുകൊണ്ടാ ഞാൻ ഇപ്പൊ വിളിച്ച് കാര്യങ്ങളൊക്കെ ഓർപ്പിക്കുന്നത്. എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാൻ മറക്കരുത്. ഇല്ല സർ, ഞാൻ വിളിച്ചോളാം. ഒരു ദേവദൂതനായിട്ടാ സാർ എന്റെ മുന്നിൽ വന്നത്. സാറിനോട് എങ്ങനെ നന്ദി പറയണം എന്നെനിക്കറിയില്ല. എന്റെ സഹോദരനാണോ സുഹൃത്താണോ അതൊന്നും എനിക്കറിയില്ല സർ. പക്ഷേ എനിക്ക് ഒരു കാര്യം അറിയാം, സാറ് എനിക്ക് ദൈവമാണ്. എന്റെ മനസ്സിൽ ദൈവങ്ങൾക്കൊപ്പോ സാറിന്റെ സ്ഥാനം. ഹേയ്, ഇത്രയ്ക്കും ഇമോഷണൽ ആവേണ്ട കാര്യമൊന്നുമില്ല ദർശനെ. സിവിൽ സർവീസ് എന്ന നേട്ടം ഏത് സാധാരണക്കാരനും കൈവരിക്കാൻ കഴിയുമെന്ന് നമുക്ക് തെളിയിച്ചു കൊടുക്കണം. ദർശനയ്ക്ക് എന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും. താങ്ക് യു സർ. സാറേ, എനിക്കൊന്ന് സംസാരിക്കണം. ആ രൂപേഷ്, ഇനി 2 ദിവസം കൂടിയേ ഉള്ളൂ. എല്ലാം ശ്രദ്ധിച്ചോളണം. സാറ് ഒന്നുകൊണ്ടും പേടിക്കണ്ട. ദർശന ഉറപ്പായിട്ടും പാസ്സായിരിക്കും. എന്നിട്ടേ യൂണിഫോം ഇട്ട് സാറിന്റെ മുമ്പിൽ വന്ന് നിൽക്കും. കൂടെ ഈ ഞാനും. രൂപേഷിന്റെ ആഗ്രഹം പോലെ തന്നെ എല്ലാം സംഭവിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. എന്നാ വെക്കട്ടെ. ശരി സാറേ. ശരി. അയ്യേ, ദർശന എന്തിനാ കരയുന്നേ? സന്തോഷിക്കല്ലേ വേണ്ടത്? ഞാൻ കരഞ്ഞതല്ല രൂപേഷേട്ടാ, സന്തോഷം കൊണ്ടാ. ദേ, അവളെ രാവും പകലും പഠനത്തോടെ പഠനം. ഇങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ അവള് ചിലപ്പോ IPS കാരിയാവും. അതെ, അങ്ങനെ എങ്ങാനും സംഭവിച്ച പിന്നെ വല്ല കുളത്തിലോ ആറ്റിലോ ചാടി ചാവ് രക്ഷയുള്ളൂ. ഇങ്ങോട്ട് നോക്ക്, പവിട്ടനറിയോ? ഞാൻ ഭ്രാന്ത് അഭിനയിക്കുന്നത് കണ്ടിട്ടേ ആ രഞ്ജിനി പോലും ഭയന്നു. പക്ഷേ അവളില്ലേ ആ ദർശന,